എനിക്ക് ഈ പറഞ്ഞതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഗംഗ ഒരു പാവ, എന്റെ കൈവിരലിൽ തൂങ്ങി നടന്ന് വളർന്ന കുട്ടിയാ. എനിക്ക് വേണ്ടിയാ അവൾ ഇവിടെ വന്ന് നിന്ന് ഇതൊക്കെ സഹിക്കുന്നത്. ആ അവളെ ഒന്നിന്റെ പേരിലും വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവള് വേദനിക്കുന്നത് കണ്ണുമുന്നിൽ കണ്ടപ്പോ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാൻ അമ്മയെ എതിർത്ത് സംസാരിച്ചത്. അത് അമ്മയെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നീ എന്നെ എതിർത്താൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ എന്നെ അതിലും വേദനിപ്പിക്കുന്നത് ഗംഗയോടുള്ള നിന്റെ സഹതാപം കലർന്ന സ്നേഹ. നിന്റെ കൈപിടിച്ച് നടന്ന ഒരു കൊച്ചുകുട്ടിയല്ലേ അവളിപ്പോ. ഒരു ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടിയാ. നകുലന്റെ പ്രതിശ്രുത വധുവാ. അതുകൊണ്ട് തന്നെ നീ ഈ പഴങ്കഥകളൊക്കെ മറക്കണം. അവളെ അവളുടെ വഴിക്ക് വിടണം. നമ്മളാൽ കഴിയുന്നതെല്ലാം നമ്മൾ അവൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് മതി. അതിനപ്പുറം സഹതാപത്തിന്റെയോ കരുണയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ പറഞ്ഞതൊക്കെ ശരിയാ. അവള് നകുലിന്റെ പ്രതിശ്രുത വധു മാത്രമാ, ഭാര്യയായിട്ടില്ല. ഈ വീട്ടിൽ അവളെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. നീ എന്തിന്റെ പേരിലായാലും ആരെയും അവളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് ചെയ്യുന്നത് ആരായാലും മുഖം നോക്കാതെ ഞാൻ എതിർക്കും. മോനെ മഹി, നിനക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതാ നിനക്ക് അമ്മ പറയുന്നൊന്നും മനസ്സിലാവാത്തത്. അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലായില്ലെന്ന് ആര് പറഞ്ഞു? സത്യത്തിൽ ഞാൻ പറയുന്നത് അമ്മയ്ക്കാണ് മനസ്സിലാവാത്തത്. അമ്മ റെസ്റ്റ് എടുക്ക്. വെറുതെ ഓരോന്ന് ആലോചിച്ച് BP കൂട്ടണ്ട. നല്ല വേദനയുണ്ടോ ഗംഗ? ഇപ്പൊ ആശ്വാസമുണ്ട്, മോള് വിഷമിക്കാതെ. എന്നാലും അവരെന്തിനാ ഗംഗ ഇങ്ങനെ തല്ലിയത്? ഗംഗ എന്ത് തെറ്റാ അവരോട് ചെയ്തത്? അതൊന്നും മോള് കാര്യാക്കണ്ട. ബുക്ക് അവിടെ വെച്ചിട്ട് ഇവിടെ കിടക്ക്. വേണ്ട, ഗംഗ ഉറങ്ങിക്കോ, ഞാൻ വീശി തന്നോളാം. എല്ലാ ദിവസവും ഗംഗയല്ലേ എന്നെ ഉറക്കാറ്. ഇന്ന് ഞാൻ ഉറക്കാം. നിങ്ങളിതുവരെ ഉറങ്ങിയില്ലേ? എന്തിനാ ഗംഗ എഴുന്നേക്കുന്നത്? കിടന്നോ. അതെ, കിടന്നു. സാരല്ല മഹിയേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഗംഗ വെറുതെ പറയുന്നതാ അച്ഛാ. ഗംഗയ്ക്ക് നല്ല വേദനയുണ്ട്. അച്ഛൻ വന്ന് ഇവിടെ ഇരുന്ന് ഗംഗയ്ക്ക് വീശിക്കൊടുക്ക്. അയ്യോ, അതൊന്നും വേണ്ട മാളു. മഹിയേട്ടൻ പോയി ഉറങ്ങിക്കോട്ടെ. പറ്റില്ല, വാ അച്ഛാ, വന്ന് വീശ്. എനിക്ക് കൈ വേദനിക്കുന്നുണ്ട്. ശരി, മോളാ ബുക്കിംഗ് ഇതാ, ഞാൻ വീശി കൊടുക്കാം. കലഹങ്ങൾ മായ്ക്കും കലയാകും സ്നേഹം, സ്നേഹഗീതാഞ്ജലി, ഗീതം ജീവിതം. മതി മഹിയേട്ടാ, മാളു ഉറങ്ങി. ഇനി മഹിയേട്ടൻ പോയി കിടന്നോ. നിനക്ക് വിഷമമുണ്ടോ ഗംഗേ? എന്തിന്? സത്യം പറഞ്ഞ എനിക്ക് നടന്നതൊന്നും ഓർമ്മയില്ല. ശരീരത്തിലെ ഈ പാടുകളും വേദനയും മാത്രം എന്തോ സംഭവിച്ചു എന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നത്. സംഭവിച്ചതോർത്ത് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. ഞാനിപ്പോ അമ്മയെ കണ്ടിട്ടാ വരുന്നത്. മഹിയേട്ടൻ ആന്റിയോട് ദേഷ്യപ്പെടണ്ട. ആരാ കുറ്റക്കാരെന്നോ എന്താ സംഭവിച്ചോന്നൊന്നും എനിക്കറിയില്ല. പിന്നെ എന്നെ ഇവിടെ അങ്ങനെ ആരും തല്ലൊന്നും എനിക്ക് തോന്നുന്നില്ല. നീ അതൊന്നും ഓർത്തെടുക്കാൻ ശ്രമിക്കണ്ട. എല്ലാം ഒരു ദുസ്വപ്നമായി മാത്രം കണ്ട് മറന്നേക്ക്. പിന്നെ അമ്മയ്ക്കൊരു തെറ്റുപറ്റി, അത് ക്ഷമിക്കേണ്ടത് നമ്മളാ. കാരണം അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് നമ്മളെല്ലാം നന്മയെ കരുതിയ. എനിക്കാരോടും ഒരു പരാതിയോ ദേഷ്യമോ ഒന്നുമില്ല. ഇതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നുമില്ല.
അല്ലെങ്കിലും മഹേട്ടനും എന്റെ മാളുവിനും വേണ്ടി എന്ത് വേണമെങ്കിലും സഹിക്കാൻ തയ്യാറായി തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്നെ ഇവിടെ പിടിച്ചു നിർത്തുമ്പോ നിനക്കൊരു പോറൽ പോലും സംഭവിക്കില്ല എന്ന് ഞാൻ മുത്തശ്ശിക്ക് വാക്കുകൊടുത്തതാ. എന്നിട്ട് അത് പാലിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ ഗംഗേ. മഹേട്ടൻ എന്തിനാ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? ഈ കാര്യത്തില് മഹേട്ടൻ നിരപരാധിയല്ലേ? അതുകൊണ്ട് ഒരു സങ്കടവും വേണ്ട. അതെ മഹേട്ടാ, എനിക്ക് ഒട്ടും സങ്കടമില്ല. നിനക്ക് വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഏയ്, എന്തിന്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്താ രാത്രിയായിട്ടും മഹി റൂമില് ഉറങ്ങാറായില്ലേ? ആ, ഞാൻ വെറുതെ മാളും ഗംഗയും ഉറങ്ങിയൊന്ന് നോക്കാൻ വേണ്ടി വന്നത്. മുത്തശ്ശി എന്താ വൈകിയത്? അതെ, ഇത്രയും വൈകിയപ്പോ മുത്തശ്ശി തറവാട്ടിലേക്ക് പോയെന്നാ ഞാൻ കരുതിയത്. പരിചയക്കാരായ ഒരുപാട് പേര് കല്യാണത്തിനുണ്ടായിരുന്നു. എല്ലാവരോടും സംസാരിച്ചു നിന്ന് നേരം പോയി. അയ്യോ, ഇതെന്താ മോളെ? ഇതെന്തായി കയ്യിലൊക്കെ? എന്താന്ന്? ഏയ്, ഇതൊന്നുമില്ല മുത്തശ്ശി. ഒന്നുമില്ലാതെ ഇതെങ്ങനെയാ പാടുവന്നത്? എന്താ മഹി, എന്താ ഇവിടെ സംഭവിച്ചത്? അത് പിന്നെ മുത്തശ്ശി, ഇന്ന് ഞാനിവിടെ ഇല്ലാത്ത സമയം എന്റെ ഭഗവാനെ, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? ഞാനൊരു ദിവസം മാറിയപ്പോ എല്ലാരും കൂടി എന്റെ കുഞ്ഞിനെ തല്ലി കൊല്ലാറാക്കിയോ? ഇല്ല മുത്തശ്ശി, മുത്തശ്ശി വിചാരിക്കുന്നത് പോലൊന്നുമില്ല. നീ ആരെയും ന്യായീകരിക്കേണ്ട ഗംഗേ. ഇതൊക്കെ കണ്ടിട്ടും സഹിച്ചിവിടെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് മഹി. മുത്തശ്ശി, ഈ പ്രാവസ്ഥയ്ക്കൊന്ന് ക്ഷമിക്കണം. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഇനി എന്തിനാ സംഭവിക്കുന്നത്? ഇതൊക്കെ മതിയല്ലോ. ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ ഇവിടെ എന്ത് തെറ്റാ ഇവിടെ ഉള്ളവരോട് ചെയ്തത്? കരയരുത് മുത്തശ്ശി. എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തോ പൂജ ചെയ്തതാണെന്ന് എന്നോട് പറഞ്ഞത്. അതിനെല്ലാവരും ഞാൻ ശാസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ മുത്തശ്ശി, മുത്തശ്ശി പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഇതിന്റെ പേരില് മുത്തശ്ശി മഹേട്ടനെ കുറ്റം പറയരുത്. മഹേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആര് ചെയ്ത തെറ്റാണെങ്കിലും അനുഭവിക്കുന്നത് നീയല്ലേ? ഈ ഒരു തവണത്തേക്ക് മുത്തശ്ശി ഒന്ന് ക്ഷമിക്കണം. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. ഇത് എന്റെ വാക്കാ. മഹി പറയുന്നത് ഒരിക്കൽ കൂടി ഞാൻ വിശ്വസിക്കാം. മഹി ചെല്ല്, പോയി കിടക്ക. ഇത്രയായിട്ടും നിനക്ക് മതിയായില്ലേ ഗംഗേ? ഇവിടെ ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് മുത്തശ്ശി. എന്തു പ്രശ്നം? ഇവിടെ നടക്കുന്ന പൂജകൾക്ക് എന്തോ നിഗൂഢതയുണ്ട്. മന്ത്രങ്ങളൊക്കെ ദുർമന്ത്രവാദം പോലെയാ. ഇതിനു മുൻപും ഇത്തരം പൂജകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പിന്നില് എന്തോ രഹസ്യങ്ങളുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. കൂടുതൽ രഹസ്യങ്ങളെ കുറിച്ചൊന്നും നീ ഓർക്കണ്ട. നിനക്കിപ്പൊ കിട്ടിയ തല്ലിനെ കുറിച്ച് ഓർത്ത് ആകുലപ്പെട്. അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനൊക്കെ സംഭവിക്കും. ഇനി ഇത് നകുലൻ മോൻ അറിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? അവനിത് സഹിക്കില്ല. അത്രയ്ക്ക് ജീവന നകുലിന് നിന്നെ.
വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴേ നകുൽമോനാണെന്ന് എനിക്ക് തോന്നി. അതാ ഇറങ്ങി വന്നത്. അപ്പൊ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഇവിടെ ആളുണ്ടല്ലേ? പിന്നെ ഇപ്പൊ ഗംഗയെ പോലെ തന്നെയാ മോനും എനിക്ക്. അറിയാം മുത്തശ്ശി. മുത്തശ്ശി, എന്താ മോനെ ഇത്? മുത്തശ്ശിയുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും വേണം. അതെന്നും മോനുണ്ടാവും. ദാ, ഇത് മുത്തശ്ശിക്ക്. എന്താ മോനെ ഇത്? മുത്തശ്ശിക്ക് എന്റെ ചെറിയൊരു സമ്മാനം, ഒരു മുണ്ട് നേരിയതും. എന്തിനാ മോനെ ഇതൊക്കെ വാങ്ങിയത്? എന്റെ ഒരു ഫ്രണ്ടിന്റെ കസവ കടയുടെ ഉദ്ഘാടനമായിരുന്നു. അവിടെ ചെന്നപ്പോ മുത്തശ്ശി ഓർത്തു, അതാ വാങ്ങിയത്. ഇതൊന്നും വേണ്ടായിരുന്നു മോനെ. അങ്ങനെ പറയരുത് മുത്തശ്ശി, ഇതെന്റെ ഒരു സന്തോഷത്തിനാ. എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ ഗംഗയും മുത്തശ്ശിയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. മുത്തശ്ശിക്ക് അറിയാലോ, ഇത്രയും നാളും ലോകം ചുറ്റിയുള്ള ജീവിതമായിരുന്നു എനിക്ക്. അത് ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോ ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നത് ഒരു കുടുംബമായി ഗംഗയും മുത്തശ്ശിയൊക്കെയായി ഒരു വീട്ടിൽ അടങ്ങി ഒതുങ്ങിയുള്ള ജീവിതമാണ്. അങ്ങനെ മോൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം ഇനി നിനക്കുണ്ടാകും. ആ ഒരു പ്രാർത്ഥനയെ ഇപ്പൊ എനിക്കുള്ളൂ മുത്തശ്ശി. അതിനുവേണ്ടി ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോയിരുന്നു. ഒരു തടസ്സവും കൂടാതെ ഈ വിവാഹം നടക്കാനും ഇവിടെ ചിലരുടെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറാനും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. മോൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഗംഗയുടെയും മോന്റെയും വിവാഹം ഭംഗിയായിട്ട് നടക്കും. ആ ദിവസത്തിനു വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നേ. എന്റെ ഗംഗ ഒരുപാട് വിഷമങ്ങൾ സഹിച്ച കുട്ടിയാ. ഒരച്ഛന്റെയും അമ്മയുടെയും സ്നേഹം മതിയാകുവോളം അനുഭവിക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ഭാഗ്യം എന്റെ കുട്ടിക്ക് ഭഗവാൻ കൊടുത്തില്ല. ആ വിഷമങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടാ മോനെ അവളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. എന്റെ മോളെ നീ പൊന്നുപോലെ നോക്കില്ലേ മോനെ? മുത്തശ്ശിക്ക് എന്നെ വിശ്വസിക്കാം. ഗംഗയെ ഞാൻ എന്റെ പ്രാണനായി തന്നെ നോക്കും. അവൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. എനിക്ക് നിന്നെ വിശ്വാസമാ മോനെ. പിന്നെ നിന്നെ മറ്റുള്ളവർ കുറ്റവാളിയായി കാണുന്നതില് നീ വിഷമിക്കണ്ട. മഹിയുടെയും മാളുവിന്റെയും മനസ്സില് ചെറിയ എന്തോ തെറ്റിദ്ധാരണയുണ്ട്. അത് നിന്നെ അടുത്തറിയുമ്പോ മാറിക്കൊള്ളും മോനെ. ആ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. മുത്തശ്ശിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിനൊരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ വീണ്ടും വീണ്ടും കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന മനോവേദന മുത്തശ്ശിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാകും നകുൽ. മോൻ വിഷമിക്കാതിരിക്കെ. മുത്തശ്ശിക്ക് മോനെ വിശ്വാസമാണ്. അതുപോലെ തന്നെയാ ഗംഗയ്ക്കും. പിന്നെന്താ? അത് മതി, അത് മാത്രം മതി എനിക്ക്. ഗംഗ എവിടെ മുത്തശ്ശി? കണ്ടില്ലല്ലോ. അത് പിന്നെ മോനെ, ഗംഗ അവൾക്ക് നല്ല സുഖമില്ല. അവൾ അകത്തുണ്ട്. അയ്യോ, എന്താണ് ഗംഗയ്ക്ക് പറ്റിയത്? നീ വിഷമിക്കാൻ മാത്രം ഒന്നുമില്ല മോനെ. എങ്ങനെ വിഷമിക്കാതിരിക്കും മുത്തശ്ശി? എന്റെ ഗംഗയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരുന്ന ഞാൻ. അപ്പൊ അവൾക്ക് സുഖമില്ലാന്ന് കേട്ടാ എനിക്കത് സഹിക്കാൻ പറ്റുമോ? അവളുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്ന പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല മുത്തശ്ശി. നീയാ മോനെ എന്റെ ഗംഗയുടെ ഭാഗ്യം. അവൾക്കുള്ള എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരമായി ഈശ്വരൻ കണ്ടുവച്ച സമ്മാനമാണ് മോനെ നീ. എന്താണ് ഗംഗയ്ക്ക് പറ്റിയത് മുത്തശ്ശി? ഞാൻ എന്റെ ഗംഗ ഒന്ന് കാണട്ടെ. മോനകത്തേക്ക് ചെല്ല്, ഞാൻ ചായ എടുക്കാം. ആ. എന്റെ ഈശ്വര. ഈ ഓയിൻമെന്റ് 2 ദിവസം പുരട്ടിയാൽ മതി. മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കോളും. ശരി മഹേട്ടാ. പിന്നെ ഇതെല്ലാം ഭേദമാവുന്നവരെ വേറെ ജോലികളൊന്നും ചെയ്യണ്ട. നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ. ഈ ഗംഗ എപ്പോഴും ജോലിയില്ല. കുറച്ചു നേരം പോലും റെസ്റ്റ് എടുക്കില്ല. അതിന് എനിക്കൊരു കുഴപ്പമില്ല. വേദനയ്ക്കൊക്കെ നല്ല ആശ്വാസമുണ്ട്. അതൊന്നും പറഞ്ഞു ഉഴപ്പണ്ട. ഞാൻ പറഞ്ഞതങ്ങ് കേട്ടാ മതി. ശരി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം.
ഗംഗയുടെ അസുഖം മാറുന്നവരെ ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഗംഗയെ നോക്കാം. അയ്യോ വേണ്ട, ഇപ്പൊ മാളു മെഡിക്കായിട്ട് പഠിക്കാ വേണ്ടത്. അതിന് എല്ലാ ദിവസവും സ്കൂളിൽ പോവുകയും നന്നായി പഠിക്കുകയും ചെയ്യണം. ഉം. അങ്ങനെ മാളു ചെയ്യണമെങ്കിൽ ഗംഗ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. ശരി, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. ഉം. ഇപ്പോഴാ ഗംഗ നല്ല കുട്ടിയായത്. എന്താണ് ഗംഗയ്ക്ക് പറ്റിയത്? ശോ, ഇതെന്തായി ഞാൻ ഈ കാണുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? അപ്പൊ പിന്നെ എന്തായി കാണുന്നത്? ആരോ വലിയ പാടല്ലേ ഇത്? ഞാനിത് എങ്ങനെ സഹിക്കും? അതിന് നിങ്ങൾ എന്തിനാ സഹിക്കുന്നത്? നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. എന്റെ ഗംഗയുടെ ശരീരത്ത് ഒരു പാട് പോലും വീഴുന്നത് എനിക്ക് സഹിക്കില്ല. അപ്പൊ പിന്നെ ഇത് കണ്ടിട്ട് എന്റെ നെഞ്ച് പൊട്ടാതിരിക്കോ? പേടിക്കാനൊന്നുമില്ല. ഇവിടെ ഒരു പൂജ നടത്തി, അപ്പൊ സംഭവിച്ചതാ. മരുന്ന് പുരട്ടിയിട്ടുണ്ട്. മഹിക്ക് എങ്ങനെയാ ഇത് ഇത്ര നിസ്സാരമായിട്ട് പറയാൻ പറ്റുന്നത്? ശരിയാ, നിങ്ങൾക്കൊക്കെ ഇത് നിസ്സാരമായിരിക്കും. പക്ഷെ എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഗംഗയുടെ കയ്യിൽ മുറിവ് പറ്റിയതില് നിങ്ങൾക്ക് ഒരു സങ്കടവും ഇല്ലെന്ന് എനിക്കറിയാം. താനെന്താ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണോ? ഈ മോൾ എന്താ ഈ പറയുന്നേ? കണ്ണുരുട്ടിയെന്നോ? നെഞ്ച് തകർന്ന് നിൽക്കാ ഞാൻ. എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെന്തിനാ ഈ വിഷമം? എന്റെ ഗംഗേ, അയാൾക്ക് ഒരു ടെൻഷനും ഇല്ല. ഇതെല്ലാം ആക്ടിങ് മാത്രമാ. മോള് മിണ്ടാതിരിക്കെ. എന്നാലും മഹി, ഇതൊരു കഷ്ടമായിപ്പോയി. നിങ്ങൾ വിശ്വസിച്ചല്ലേ ഞാൻ എന്റെ ഗംഗ ഇവിടെ നിർത്തിയത്? എന്നിട്ട് ഈ കാണുന്നതിനൊന്നും നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? മഹിയേട്ടനെ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? മഹിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടി എല്ലാവരോടും ദേഷ്യപ്പെട്ട് വഴക്ക് പറയാം മഹിയേട്ടൻ ചെയ്തത്. ആയിരിക്കാം ഗംഗ. പക്ഷെ നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എങ്ങനെ മിണ്ടാതിരിക്കും? ഒരു കാര്യം ചെയ്, ഗംഗ വേറെ റെഡിയാവും. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലിലോ? വേണ്ട, ഗംഗ അയാളുടെ കൂടെ അയക്കണ്ട. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനേ ഇവിടെ അച്ഛനുണ്ട്. നകുല് പേടിക്കുന്ന പോലൊന്നുമില്ല. മരുന്ന് പുരട്ടിയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് മാറിക്കോളൂ. അതെങ്ങനെ മഹി? 2 ദിവസം കൊണ്ട് മാറുമെന്ന് നമ്മളാണോ പറയേണ്ടത്? അത് പറയേണ്ടത് ഡോക്ടറല്ലേ. അതാ ഞാൻ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞത്. മഹിയേട്ടൻ പറയുന്ന ശരി. ഈ ചെറിയ കാര്യത്തിന് ആശുപത്രിയിലൊന്നും പോകണ്ട. ആ, നിങ്ങൾ സംസാരിക്കേ. വേദനയുണ്ടോ ഗംഗേ? ഇല്ല, ഞാൻ പറഞ്ഞതല്ലേ, എനിക്കൊരു വേദനയുമില്ല. തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്തിനാ പിന്നെ സെയിം തന്നെ ചോദിക്കുന്നേ? എന്തൊക്കെ ആക്ടിങ് നടത്തിയാലും നിങ്ങളൊരു കള്ളനാണെന്ന് എനിക്കറിയാം. ഒന്നാമത് ഞാൻ തകർന്നു നിൽക്കുക. അതിന്റെ കൂടെ ഇതും കൂടെ കേട്ട് നിൽക്കാൻ എനിക്ക് വയ്യ. എന്റെ മനസ്സിൽ നിന്റെ സ്ഥാനം അത്രയ്ക്ക് വലുതാണ് ഗംഗെ. ആ രൂപത്തില് ഒരു ഉറുമ്പ് കടിച്ചെന്ന് കേട്ടാ പോലും എന്റെ നെഞ്ച് പിടയ്ക്കും. അതൊന്നും പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവില്ല. തൽക്കാലം ഞാൻ പോവാ. ഗംഗ റെസ്റ്റ് എടുക്ക. എന്താ മോളെ? ഞാൻ പറഞ്ഞ സത്യ ഗംഗെ. ആ നഗൽ സീത്തയാ. അയാൾ കള്ളനാ. ഇപ്പൊ ഇവിടെ നിന്ന് കരഞ്ഞതൊക്കെ അയാളെ കള്ളത്തിനുവാ. എന്തിനാ മോളെ
വെറുതെ ഓരോന്ന് പറയുന്നേ? നമ്മൾ അങ്ങനെ ആരെക്കുറിച്ചും ഒന്നും മോശമായി പറയാൻ പാടില്ല. അതില്ലാത്തതല്ലോ. ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. അങ്ങനെയല്ല മോളെ. നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ട് തെളിവുണ്ടാവണം. എന്താ ഗംഗ ഈ തെളിവെന്ന് പറഞ്ഞ? അതോ, വാ. ഒരാളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അവർക്കത് എതിർക്കാൻ സാധിക്കും. അപ്പോ അവരത് എതിർക്കാൻ പറ്റാത്ത രീതിയിൽ അവര് ചെയ്തത് എന്താണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന കാര്യങ്ങളെയാണ് തെളിവെന്ന് പറയുന്നത്. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. അപ്പൊ ഞാൻ ഈ നകുലിനെ കുറിച്ച് തെളിവ് കൊണ്ടുവന്നാ ഗംഗ അയാളെ ഇവിടെ നിന്ന് പറഞ്ഞുവിടോ? ആദ്യം തെളിവ് കൊണ്ടുവാ.